ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായമാണ്. യേശു തമ്പുരാൻ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായ ഭാഗമാണ്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി വരുത്തുന്നു. അവരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് അവനെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. 2 പ്രാവശ്യം അവർക്ക് മാളിക മുറിയിൽ വെച്ച് അവനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടും അവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു 6 പേര്, നമ്മുടെ തോമസ് ലീഹ ഉൾപ്പെടെ 6 പേരും കൂടെ ചേരുകയാണ്. ഞങ്ങളും വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീൻ പിടിക്കാൻ പോകുന്നു. എന്നാൽ അവർക്ക് ആ ദിവസം ആ രാത്രി മുഴുവൻ ചെലവഴിച്ചിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. നേരം വെളുക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ അടുക്കൽ വന്നിട്ട് തിബരിയാസ് കടലിൻ്റെ അടുക്കൽ നിന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ കൂട്ടുവാൻ? അവർ നിസ്സഹായരായി പറയുകയാണ്, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. പടകിൻ്റെ വലതുവശത്ത് വല വീശുവീൻ. അവരങ്ങനെ വീശി. അപ്പോൾ അവർക്ക് വലിയ ഒരു മീൻ, വല നിറയെ മീൻ ലഭിക്കുകയുണ്ടായി. അവനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ അവിടെ വെച്ച് പറയുകയാണ്, അത് കർത്താവാകുന്നു. അത് കേട്ട മാത്രയിൽ പത്രോസ് തോർത്തരയിൽ ചുറ്റിക്കൊണ്ട് വെള്ളത്തിലേക്ക് ചാടി അവൻ്റെ അടുക്കിലേക്ക് വരുന്നു. മറ്റുള്ളവർ 153 വലിയ മത്സ്യങ്ങൾ നിറഞ്ഞതായ വലയും വലിച്ചുകൊണ്ട് വരികയാണ്. യേശു അവരവിടെ ചെല്ലുമ്പോൾ യേശു അവർക്ക് അപ്പവും കനലിന്മേൽ മീനും വച്ചിരിക്കുന്നത് കാണിച്ച് അവരെ വീണ്ടും ഉറപ്പിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ദൈവം നമ്മെ ഉറപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനാകുന്നു നിൻ്റെ ദൈവം, ഞാനല്ലാതെ മറ്റു ദൈവങ്ങളില്ല, ഞാനാകുന്നു നിന്നെ രക്ഷിക്കുന്നവൻ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്, നീ തളർന്നു വീഴുമ്പോഴും ഞാൻ നിന്നെ താങ്ങി നടത്തുന്നവനാകുന്നു, നീ വല്ലാതെ ഭയപ്പെടുമ്പോൾ ഞാനാകുന്നു നിന്നെ ശക്തീകരിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തന്നിട്ടും പലപ്പോഴും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരാണ്, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരാണ്. മത്സ്യത്തെ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്തിട്ട് അതിന് വിളിച്ചിട്ട് വീണ്ടും അവർ മത്സ്യത്തെ പിടിക്കുവാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രമാത്രം പരീക്ഷകളും പ്രയാസങ്ങളും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി അവനെ സ്വീകരിക്കുവാൻ, അവനിൽ ബലപ്പെടുവാൻ, ഏറിയ പരീക്ഷകൾ വരുമ്പോഴും അവനിൽ മുറുകെ പിടിക്കുവാൻ നമുക്കിടയാകാം. അങ്ങനെ മുറുകെ പിടിച്ച ഒരാളാണ് ഗീവർഗീസ് ഹദ. കഷ്ടതകളുണ്ടായിട്ടും പ്രയാസങ്ങളുണ്ടായിട്ടും അതിലൊന്നും തളരാതെ ദൈവത്തെ മുറുകെ പിടിച്ച ആളാണ് ഗീവർഗീസ് ഹദ. അങ്ങനെയുള്ളവരാണ് മറ്റുള്ള സഹോദരന്മാരൊക്കെ. നമുക്കറിയാമല്ലോ, ഈ ഒരു സംഭവത്തിന് ശേഷം പത്രോസിനെ യേശു വീണ്ടും
വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം പത്രോസിനെ ഇവിടെ ചോദിക്കുകയും പത്രോസിനെ കൊണ്ട് ഏറ്റുപറയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തള്ളിപ്പറഞ്ഞ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരാണ് യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ നൽകുന്നത്. ഈ പത്രോസാണ് പറയുന്നത്, ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെ അനുസരിക്കുന്നത് വിഹിതമോ എന്ന് നിങ്ങൾ തന്നെ പറയുവീൻ എന്ന് യഹൂദന്മാരോട് ചോദിക്കുന്നു. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ഗോപുരവാതുക്കൾ വെച്ച ഒരു മുടന്തനായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നടക്കുന്നതായ സംഭവങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇവരെ പിടിച്ച് ജയിലിലിടുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവരെ പിടിച്ച് അതിനുശേഷം ഇവരെ ന്യായം വിസ്തരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി ഈ നാമത്തിൽ ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. അവിടെ പത്രോസ് ചോദിക്കുന്നതായ ചോദ്യമാണ്, എന്താണ്? ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെ അനുസരിക്കുന്നത് അവിഹിതമോ എന്ന് നിങ്ങൾ തന്നെ പറയുവീൻ എന്ന്. അത്രമാത്രം ധൈര്യം പത്രോസിന് ലഭിക്കുകയാണ്, മറ്റ് ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ തിരിഞ്ഞു വന്ന പത്രോസിനെ പോലെയും ശിഷ്യന്മാരെ പോലെയും നമ്മളായിത്തീരണം എന്ന് ഓർപ്പിക്കുകയാണ്. ഗീവർഗീസ് സഹദായെ പോലെ നമുക്കും ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാം. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിലാണല്ലോ നാം ഇന്ന് കൂടുന്നത്. സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ. മറ്റ് പല സൗകര്യങ്ങൾ പ്രകാരം പല ദേവാലയങ്ങളിലും മെയ് മാസം ഒരു 10-ാം തീയതി 12-ാം തീയതി വരെയൊക്കെ ഈ പെരുന്നാൾ കൊണ്ടാടാറുണ്ട്. ഈ പരിശുദ്ധൻ AD 300-ന് ശേഷം കപ്പദോക്യയിലുള്ളതായ ഏഷ്യ മൈനറിലുള്ളതായ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നതായ ഒരു വ്യക്തിയാണ്. ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തീയ മതം സ്വീകരിക്കുകയുണ്ടായി. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളത്തിലെ അംഗമായിരുന്നു. സുറിയാനിയിൽ അതിന് ദിദിയാനോസ് എന്നാണ് പറയുന്നത്. ഈ രാജാവിൻ്റെ പട്ടാളത്തിൽ അംഗമായിരുന്നിട്ടും രാജാവിനെ സേവിക്കുവാനോ, അതായത് രാജാവിനെ വർഷിപ്പ് ചെയ്യുവാനോ, രാജാവിൻ്റെ ദൈവങ്ങളെ ആരാധിക്കുവാനോ തുനിയാതെ സത്യദൈവമായ ക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ഒരു പിതാവാണ്, പരിശുദ്ധനാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദാ. അദ്ദേഹം ആ കാലത്ത് നാട്ടിലുണ്ടായിരുന്നതായ ഒരു വ്യാധിയെ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മനുഷ്യരെ ഉപദ്രവിക്കുന്നവരെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടിവെള്ളം ഉള്ളതായ സ്ഥലത്ത് ആ കുടിവെള്ളത്തെ ഇറങ്ങിക്കിടന്ന് അതിനെ വിഷാംശമുള്ളതാക്കി തീർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ മഹാനക്രത്തെ, സർപ്പത്തെ മറ്റുള്ളവരൊക്കെ ഭയപ്പെട്ടപ്പോൾ ഇദ്ദേഹം വളരെ ധീരതയോടെ ചെന്ന് അതിനെ വധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നതായ കുതിരപ്പുറത്തെ കുറിച്ച് പറയുന്നത്. അതൊരു സംഭവമാണെങ്കിൽ അതിലുപരിയായിട്ട്
ക്രിസ്തുവേശുള്ളതായ വിശ്വാസമാണ് അദ്ദേഹത്തെ ഗീവർഗീസഹതായി ആക്കി തീർക്കുന്നത്. അതായത് ഗീവർഗീസഹത ആക്കുന്നത് ക്രിസ്തുവേശുള്ളതായ വിശ്വാസമാണ്. അദ്ദേഹത്തോട് രാജാവ് പറയുന്നുണ്ട്, നീ ഈ വിശ്വാസം വിട്ടിട്ട് രാജാവിനെ നമസ്കരിക്കണം. സമ്മതിക്കുന്നില്ല. 7.5 വർഷക്കാലം ഗീവർഗീസിനെ രാജാവും രാജാവിൻ്റെ കോടതിയും ഒക്കെ പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും പലതരത്തിലുള്ളതായ പീഡകൾ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് മുറിച്ച് മാറ്റി, അത്ഭുതകരമായ വീണ്ടും കൂടിച്ചേർന്നുവെന്ന് പറയുന്നുണ്ട്. റോഡിലൂടെ വലിച്ചിഴച്ചു, ശരീരത്തിൻ്റെ ഉള്ളതായ തൊലി ഉരിഞ്ഞു കളഞ്ഞു. അവിടെ മുളകോ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ തേക്കുകയാണ്. അവസാനം കൂർത്ത മുകളിലുള്ളതായ ചക്രങ്ങൾ, വണ്ടിച്ചക്രങ്ങൾ കെട്ടി അതിലൂടെ ഇങ്ങനെ കറക്കിക്കൊണ്ട് കുതിര വെച്ച് വലിച്ചുകൊണ്ടുള്ളതായ ആ യാത്രയിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. ഇത്രമാത്രം പീഡകൾ ഏറ്റിട്ടും ഈ പരിശുദ്ധൻ യേശുവിനെ ഉപേക്ഷിച്ചില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന്. മരണവും ജീവനും ഒരുപോലെ എന്ന് കണക്കാക്കിയതായ ആളുകളാണ് ആദിമസഭയിലുള്ളതായ പിതാക്കന്മാർ. കാരണം അന്ന് അതുപോലെ ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടമായിരുന്നു. ദൈവത്തോടു കൂടെ ചേരുവാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. ഈ ലോകത്തിലുള്ളതായ സുഖസൗകര്യങ്ങളെക്കാളും സമ്പാദ്യങ്ങളെക്കാളും ഉപരിയായി ദൈവത്തോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുവാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവർ ഏതു തരത്തിലുള്ളതായ പീഡയും സഹിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ആധുനിക കാലം, ആധുനിക ഭാരതം നാം നോക്കുക. നമ്മുടെ ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു. ആദിമ കാലഘട്ടത്തിലൊക്കെ പീഡകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേക്കാം. അതിനെക്കുറിച്ചൊന്നും ഹിസ്റ്റോറിക്കലായിട്ടുള്ളതായി യാതൊരു എവിഡൻസുമില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം ഈ ഭാരതത്തിൻ്റെ വടക്കേ ഭാഗത്തു നിന്ന് ഇല്ലാതെയായി പോയത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവുകളൊന്നും നമുക്കില്ല. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പീഡകളായിരിക്കാം. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 നൂറ്റാണ്ടുകളായി ഈ പറയുന്നതായ പീഡകളോ പ്രയാസങ്ങളോ ഒന്നും ക്രിസ്തീയ സഭ അഭിമുഖീകരിച്ചിട്ടില്ല. എന്നാൽ ഇനിയും അത് അഭിമുഖീകരിക്കുവാനായിട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ അല്ലാതെ മറ്റ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, ജയിലിലടയ്ക്കപ്പെടും എന്നുള്ളതായ നിയമങ്ങൾ പല സംസ്ഥാനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെയൊന്ന് പറഞ്ഞാൽ പോലും ജയിലിലടയ്ക്കപ്പെടും എന്ന് പറയുന്നതായ നിയമങ്ങൾ ഈ ഭാരതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. നാം ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം നമുക്ക് നേരിട്ടാൽ നാം ദൈവത്തെ ഉപേക്ഷിക്കുമോ? നാം ഏറ്റുപറഞ്ഞവനായ ക്രിസ്തുവിനെ, നമ്മുടെ രക്ഷിതാവിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ?
ഈ ലോകത്തിലെ പീഡകളെ സഹിക്കുവാനും അതിനേക്കാൾ ഉപരിയായി നിത്യജീവനാണ് ഞാൻ കാംക്ഷിക്കുന്നതെന്ന് പറയുവാനും നമുക്ക് കഴിയുമോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയതായ മുള്ളുകൾ കൊള്ളുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വളരെ അൺഫോർച്ചുനേറ്റായിട്ട് ഈ ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി 2 പേര് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിൻ്റേതായിട്ടുള്ളതായ വേദനകളൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്നാലും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകേണ്ടവരാണ്. ഈ നിമിഷമായാലും വേർപെട്ടു പോകേണ്ടവരാണ്. അതോർക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിനു വേണ്ടി മരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീരുന്നത് എത്രയോ അതിമഹത്താണ്. അങ്ങനെ ഗീവറീസഹദായെ പോലെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവേശുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് യേശു തമ്പുരാനും പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ഈ ലോകത്തിൽ വന്നത് സമാധാനം വരുത്തുവാനല്ല, വാളത്രേ വരുത്തുവാനായി വന്നത്. സഹോദരനോട് സഹോദരനും, അപ്പൻ മകനെയും മക്കളെയും, മരുമകൾ അമ്മായി അമ്മയോടും ഒക്കെ കലഹമുണ്ടാക്കും. എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് വരണം. നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് പോലെയാകും. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, അതുകൊണ്ട് ദൈവം ഈ ലോകം നിങ്ങളെ പകയ്ക്കും. ഇതൊക്കെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, അല്ലേ? കർത്താവ് പറഞ്ഞായിരുന്നു നമുക്ക് ബെൻസ് കാർ വാങ്ങിച്ചു തരാമെന്ന്. കർത്താവ് നമ്മളോട് പറഞ്ഞായിരുന്നു വലിയ കോടികളുടെ മാളിക കെട്ടിത്തരുമെന്ന്. ഇതൊന്നും തമ്പുരാൻ പറഞ്ഞില്ല. തമ്പുരാൻ പറഞ്ഞത് എന്താണ്? ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഈ ലോകത്തിൽ മണ്ണിൽ ഇടമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ കാര്യം, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അദ്ദേഹം തീമോത്തിയോസിനോട് പറയുകയാണ്, മകനെ തീമോത്തിയോസേ, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി അവരോടുകൂടെ കഷ്ടം അനുഭവിക്കുക. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഗീവർഗീസഹദായുടെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മളോട് പറയുന്നതായ കാര്യവും ഇത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ, അവനുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധനായ ഗീവർഗീസഹദായുടെ മധ്യസ്ഥത മൂലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും എല്ലാ വർഷവും വെച്ചൂട്ട് നടത്തുമായിരുന്നു. പുതുപ്പള്ളി കൂട്ടെന്നാണ് പറയുന്നത്. പലയിടത്തും പാമ്പോ മറ്റുപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗീവർഗീസഹദായുടെ നാമത്തിൽ നമ്മൾ നേർച്ച കഴിക്കുമ്പോൾ അതൊക്കെ അപ്രത്യക്ഷമാകുന്നത് നമ്മുടെയൊക്കെ കണ്ടിട്ടുള്ളവരാണ്. ഗീവർഗീസഹദായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വിഷമിച്ചിരിക്കുന്നവർക്ക്
ജീവിതത്തിൽ സമാധാനം, ആശ്വാസം ലഭിക്കട്ടെ. രോഗികളായിരിക്കുന്നവർക്ക് രോഗസൗഖ്യമുണ്ടാകട്ടെ. പീഡനങ്ങളിലായിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, ആശ്വാസം ഉണ്ടായിരിക്കട്ടെ. മറ്റു പ്രയാസങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ മധ്യസ്ഥൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥന മൂലം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.